കേരള കർണാടക അതിർത്തി മേഖലയായ ദേലമ്പാടിയിലെ ആനശല്യത്തെക്കുറിച്ച് രചിച്ച ആന എന്ന ഷോർട്ട് ഫിലിമിന് ദേശീയ അംഗീകാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലിഫിലിം അവാർഡ് ജൂറിയായ LK ഫെസ്റ്റ് ഫിലിം കമ്പനിയാണ് പ്രത്യേക ജൂറി പുരസ്കാരത്തിന് ചിത്രത്തെ തെരഞ്ഞെടുത്തത്. This news sponsored by Yenepoya Speciality Hospital, Kodiyalbayal, Mangalore. ആന ഇന്നും വന്നോണ്ടതല്ല മോനെ, ഇന്നലെ താനോടെ വന്നതല്ലേ. നിങ്ങൾ എന്ത് പഠിക്ക് റുക്കു, ആ തീപ്പെട്ടി ഇങ്ങതാ, ഞാൻ പുറത്ത് കുറച്ച് തീയെടുക്കും. ഇന്നും ആന വരുന്നതാന്ന് തോന്നുന്നു. തീപ്പെട്ടി അതാ തട്ടിലുണ്ട്. ആ ആ ശരി ശരി. അങ്ങോട്ട് പോണ്ട. കാസർഗോഡ് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായി വിളവുകൾ നശിപ്പിക്കുകയും സ്കൂൾ ഗ്രൗണ്ടിലുമടക്കം കാട്ടാനകൾ എത്തിയ ഒരു കാലത്താണ് ഈ ഷോർട്ട് ഫിലിം ചിത്രീകരിച്ചത്. 5 വർഷം മുമ്പ് അടൂർ വിശ്വകർമ്മ ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച സിനിമയാണ് ആന. കൊറോണ എന്ന മഹാമാരി വന്നപ്പോൾ മനുഷ്യർ തമ്മിൽ പരസ്പരം ബന്ധമില്ലാത്ത കാലത്താണ് ഒരു കുടുംബത്തിലെ ആൾക്കാരെ മുഴുവൻ അണിനിരത്തി സിനിമ പുറത്തിറക്കിയത്. ഇന്നലെ രാത്രി ആന വന്നിട്ട് എൻ്റെ പച്ചക്കറിയും വായയും കോയും എല്ലാം ഈ പരിസരം അല്ലേ, ഈ ഭാഗം താഴെ കാണുന്നല്ലോ. എന്താക്കുന്നത് നമുക്ക്. ഇന്നലെ രാത്രി ഞാൻ കിടന്നതേ ഇല്ല. അങ്ങനെ അഡ്ഡം പോയി. അപ്പോഴത്തേക്ക് പുറമേ നിന്ന് കൂറ്റ് കെട്ടു, എന്തെല്ലോ പൊളിക്കുന്നത് പോലെ. ഞാൻ പാഞ്ഞു പോയിട്ട് ആളെ നോക്കുമ്പോഴത്തേക്ക് ആന ഒന്നല്ല രണ്ടല്ല എത്രയോ ആന ഉണ്ട്, എനിക്ക് ഒന്നും മനസ്സിലാക്കില്ല. അപ്പം ഞാൻ എന്താക്കുന്നത്, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ വായ കോയക്ക തെങ്ങ് ആ കൊൽക്കാനായാലോ ചവിട്ടിപ്പൊടി പൊടിയാക്കിയിട്ട് പോയി. മറ്റെല്ലാ ശല്യം പിന്നെ ഉണ്ട്, മയില് പന്നി കുരങ്ങിന്റെ ശല്യത്തിനൊരു പറയണ ചേട്ടാ. ഡെയിലി വന്നിട്ട് നമുക്ക് കറിക്കിടാൻ കൂടെ ഒരു തേങ്ങ കിട്ടുന്നില്ല. എന്ത് ചെയ്യും ഇങ്ങനെ ആയാലും? അതന്നെയാണ്. ഇങ്ങനെ ആയാലും എന്താക്കുന്ന ആദരിച്ച നമ്മളെ പിള്ളമാർക്ക് സാലൊക്കെ പോകാനും കൂടി കഴിയുന്നില്ലല്ലോ. അന്നേരത്തെ നമ്മളെ പാണ്ഡ്യ സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് എൻ്റെ വന്നിന് 4-5 ഉണ്ടായിരുന്നു. അതിൽ ഈ പിള്ളേരുടെ പാഞ്ഞ് വീണ്ട് പറ്റ മുറിയെല്ലാം ആയിട്ട് ഈ ആന പ്രശ്നം തീർക്കാൻ ഞാനൊന്ന് തിരുവനന്തപുരത്തേക്ക് വിളിക്കട്ടെ. നീ നേതാവായിട്ട് എന്തെങ്കിലും ആക്കിനെ ഇവിടെ? വെറുതെ നേതാവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാതെ. 35ഓളം പേർ അഭിനയിച്ച ഈ സിനിമയിൽ 90% പുതുമുഖങ്ങളാണ്. സിനിമയുടെ ക്യാമറാമാൻ ആബിദ് കാഞ്ഞങ്ങാട് ഒഴികെ ബാക്കി എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന പ്രത്യേകതയും ഈ ഷോർട്ട് ഫിലിമിനുണ്ട്. മാധ്യമപ്രവർത്തകനും ജയ്ഹിന്ദ് TV കാസർഗോഡ് റിപ്പോർട്ടറുമായിരുന്ന അടൂർ പുരുഷോത്തമനാണ് ഇതിന്റെ കഥ, തിരക്കഥ, സംവിധാനം, കലാസംവിധാനം എന്നിവ നിർവഹിച്ചത്. ഇദ്ദേഹത്തിന്റെ മകൻ അശ്വത്താണ് ആനയുടെ ചവിട്ടേറ്റ് മരിക്കുന്ന കുട്ടിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഇതിലെ പ്രധാന കഥാപാത്രമായ വാസുവേട്ടനായി അഭിനയിച്ചത് കാന്താര ഫെയിം ഋഷഭ് ഷെട്ടിയുടെ ആദ്യ സൂപ്പർ ഹിറ്റ് സിനിമയായ പ്രാഥമിക സർക്കാർ ഹിരിയശാല എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബാലകൃഷ്ണ പണിക്കരെ അവതരിപ്പിച്ച ബാലകൃഷ്ണൻ മാസ്റ്ററാണ്. ഇദ്ദേഹം സംവിധായകൻ പുരുഷോത്തമന്റെ സ്വന്തം ചേട്ടൻ കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും മരുമക്കളും അമ്മയും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ പൊടിമുന്തിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജനങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു വ്യക്തതയില്ലാത്ത സന്ദർഭത്തിൽ നമ്മളെല്ലാവരും കുടുംബാംഗങ്ങളെ ചേർന്നുകൊണ്ട് എൻ്റെ അനിയൻ, അതായത് പുരുഷോത്തമൻ, ഈ ആന എന്ന ഒരു വിഷയത്തിൽ നമ്മുടെ പ്രദേശത്തെ നമ്മുടെ നാടിനെ ബാധിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്ന ഇഷ്യൂ ആണത്. ആ ഇഷ്യൂ എടുത്തുകൊണ്ട് ഒരു ഷോർട്ട് ഫിലിം തയ്യാറാക്കിയുണ്ടായി. ഷോർട്ട് ഫിലിം എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട നല്ല ഒരു ഫിലിമായിരുന്നു എന്ന് എല്ലാവരും അന്ന് തന്നെ പറഞ്ഞു. പക്ഷേ ഇപ്പോഴാണ് ഈ 5 വർഷങ്ങൾക്ക് ശേഷം പ്രതീക്ഷിക്കാതെ നമുക്ക് ഇങ്ങനെയൊരു
ഈ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു പ്രത്യേക ജൂറി അവാർഡ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ വളരെയേറെ സന്തോഷം തോന്നുന്നുണ്ട്. ഇതിൽ ഒരു ചെറിയ കഥാപാത്രം അവതരിപ്പിക്കാൻ പറ്റിയ 5 വർഷത്തിനു ശേഷം അപ്രതീക്ഷിതമായി ലഭിച്ച ഈ ഒരു ദേശീയ അംഗീകാരം ഈ കുടുംബത്തിലെ കലാകാരന്മാർക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.